ഗൈസ്, വെൽക്കം ബാക്ക് ടു സൺഷൈൻ മമ്മ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഈ ചിരിച്ചുകൊണ്ടൊക്കെ കാണിക്കുന്നത് ആക്ച്വലി ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആണ്. ഇതിൽ നിന്ന് നല്ലൊരു വ്യൂ കാണാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് 1 ഡേ ട്രിപ്പ് ടു പൊന്മുടിയാണ്. ആക്ച്വലി നമ്മുടെ ഈ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഇല്ലെങ്കിൽ തനിച്ചും ഒരു ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ഈ ഒരു ഹെക്ടിക് സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് നമുക്കിഷ്ടമുള്ള സ്ഥലം, അതിപ്പം ഹിൽസ് ആണെങ്കിലും കുഴപ്പമില്ല, ബീച്ചസ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി റൊട്ടീൻസിൽ നിന്നും ഒന്ന് മാറി നിന്ന് കുറച്ച് എൻജോയ് ചെയ്ത് കുറച്ച് കാമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ സൺഡേ രാവിലെ 8 മണിക്കാണ് വീട്ടിൽ നിന്ന് തിരിച്ചത്. ഇസി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് പൊന്മുടിയിൽ ഹെയർ പിന്നൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കാർ സീറ്ററൊക്കെ സെറ്റ് ചെയ്ത് ഇസീനെ ഭയങ്കര സെക്യൂർ ആയിട്ടാണ് ഇരുത്തിയത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് കുളത്തൂർ ഇൻഫോസിസിൻ്റെ അടുത്തുള്ള ചായക്കാരി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങളിവിടെ ഓൾറെഡി ഒരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ ബാറ്ററിന് എന്തോ ചെറിയ വ്യത്യാസം പോലെ തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങളത് അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ അടുത്ത് സംസാരിച്ചു. പക്ഷേ അവരുടെ ആ ഒരു കസ്റ്റമർ സർവീസ് ഭയങ്കര നല്ലതായിരുന്നു. കാരണം നമ്മളത് അങ്ങനെ ഒരു കൺസേൺ പറഞ്ഞപ്പോൾ തന്നെ ദേ വർ ആക്ച്വലി റെഡി ടു റീപ്ലേസ് ദ ഓർഡർ. പക്ഷേ നമ്മൾ ഓൾറെഡി കഴിച്ചതുകൊണ്ട് തന്നെ വി ഡിനൈഡ് ദാറ്റ്, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബട്ട് നമ്മളൊരു റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ വി തോട്ട് ഓഫ് ടെല്ലിങ് ദം, കാരണം പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് എല്ലാ സ്ഥലത്തും നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വാഴവന്തോൾ വാട്ടർഫോൾസിലോട്ട് പോയിട്ട് പിന്നെ പൊന്മുടിയിലോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഞാൻ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. കാരണം നിങ്ങൾക്കും എൻ്റെ കൂടെ വരുന്നൊരു ഫീൽ കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം വാഴവന്തോൾ വാട്ടർഫോൾസിലോട്ടാണ് പോയത്. ഇപ്പോൾ പോകുന്നത് ഞാനും എൻ്റെ ഇക്കാടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരുമാണ്. ഉമ്മ, വാപ്പ, ഇക്കാടെ 2 ഒരു മൂത്ത സിസ്റ്ററിൻ്റെ ഫാമിലി, എല്ലാ ആൾക്കാരും ഒരുമിച്ചാണ് നമ്മൾ പോയത്. ഇറ്റ് വാസ് എൻ അമേസിങ് ട്രിപ്പ്. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഇസിക്ക് എന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഹില്ലി ഏരിയാസിലൊക്കെ കുറച്ച് അറിയാവുന്ന സമയത്ത് പോകുന്നത് ഇപ്പോഴാണ്. അങ്ങനെ വാഴവന്തോൾ വാട്ടർഫോൾസിൻ്റെ എൻട്രൻസിൽ നമ്മളെത്തി. ആക്ച്വലി ഇവിടെ ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് ഫോറസ്റ്റിലോട്ട് നടക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് 3 കുഞ്ഞു പിള്ളേരെയും കൊണ്ട് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി അങ്ങോട്ട് 2.5 കിലോമീറ്റർ, പിന്നെ അവിടെ പോയിട്ട് കുറച്ചുകൂടെ നടന്ന് വാട്ടർഫോൾസ് കാണണം. തിരിച്ചും അതുപോലെ ഈ 2.5 കിലോമീറ്റർ നമ്മൾ തിരിച്ച് നടന്നു വരണം. അതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. കല്ല്, പിന്നെ വലിയ കാട് 2 സൈഡിൽ, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പുഴ ഒഴുകി പോകുന്നുണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഇത് തീർക്കാൻ പറ്റും എന്ന് വിചാരിച്ച് പോയതല്ല. പക്ഷേ എന്നാലും ഒരു എക്സ്പീരിയൻസ്. ഈസി ഒന്നും ഇങ്ങനെ ഇത്രയും മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു വഴി കൂടെ ഒന്നും അങ്ങനെ ഈസി പെട്ടെന്ന് നടന്നിട്ടില്ല. അപ്പോൾ ഈസിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. എന്നിട്ട് ഞങ്ങളൊരു, എനിക്ക് തോന്നുന്നു ഒരു 1-1.5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു ഈസിയുടെ ഒക്കെ കൂടെ. ഇപ്പം നിങ്ങൾ കാണുന്നതല്ല ആക്ച്വലി ഇതിൽ നിന്നും കാടും കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഇച്ചിരി മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. പക്ഷേ ഇത് ഭയങ്കര ഒരു രസകരമായ ഒരു യാത്രയായിരുന്നു. കുറച്ച് ദൂരമൊക്കെ പിള്ളേർ തന്നെത്താനെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ എടുക്കാനൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങളും ടയേർഡായി ഒബ്വിയസ്ലി, ബിക്കോസ് ഇത്രയും നടക്കണം. അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ എടുത്തും കൂടെ വെച്ച് നടക്കുമ്പോഴത്തേക്കും കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളൊരു 1-1.5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു. ഇതൊരു മിഷനായിട്ടാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അപ്പം ഞങ്ങളുടെ മിഷൻ ഫെയിലായി. നമ്മൾ എന്തുകൊണ്ടാണ് വാഴവന്തോൾ വാട്ടർഫോൾസിലോട്ട് പോവാതെ തിരികെ നടക്കുന്നത്? ഇവർ പറഞ്ഞത് ടോട്ടൽ 2.5 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന്. പക്ഷെ അത് കഴിഞ്ഞു നമ്മൾ ദൂരം നടക്കേണ്ടി വരും. സോ പിള്ളേരെയും കൊണ്ട് പോകുന്നത് റിസ്ക് ആണ്. 1 കിലോമീറ്റർ നടന്ന് ഇനി 1 കിലോമീറ്റർ തിരിച്ച് നടക്കുന്നു. ഓക്കെ, 1.5 കിലോമീറ്റർ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ മിഷൻ ഫെയിൽ ആയിരിക്കുകയാണ്. നമ്മൾ വാഴവന്തോൾ വാട്ടർഫോൾസിലോട്ട് പോയില്ല. എന്തെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു 1 കിലോമീറ്റർ നമ്മൾ നടന്നു. പക്ഷെ പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനിയും ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ച് വീണ്ടും ആ 2.5 കിലോമീറ്റർ നടന്ന് നമ്മൾ ഇറങ്ങണം. അപ്പം നമ്മൾ തനിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ 2-3 പിള്ളേരും കൂടെ ഉള്ളത് കൊണ്ട് അവർ ഭയങ്കര ടയേർഡായി. പിന്നെ നമ്മൾ അവരെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരികയാണ്.
അതുകൊണ്ട് നമ്മൾ ഈ മിഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഞങ്ങളുടെ മിഷൻ വാഴവന്തോൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു പൊന്മുടി. അപ്പോൾ ഞങ്ങൾ പൊന്മുടി പോകുന്ന വഴിയിൽ ആക്ച്വലി ഈ വാട്ടർഫാൾസിൽ നിന്ന് തിരിച്ച് നടക്കുന്ന വഴിയിൽ തന്നെ കുറച്ച് പുഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് സമയം ഇരുന്നു. ഈസിക്ക് വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇസീനെ കുറച്ച് പാമ്പർ ചെയ്ത് അവനൊന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് വേണം വെള്ളത്തിലിറക്കാൻ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ദുവ ആക്ച്വലി അവൾ തന്നെത്താനെ ഇറങ്ങി അങ്ങ് കുളിക്കാൻ തന്നെ തുടങ്ങി. ഹിസീനെ നമ്മൾ പയ്യെ കംഫർട്ടബിൾ ആക്കി വെള്ളത്തിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ ഒരു പേടിയൊക്കെ മാറാൻ വേണ്ടി. പക്ഷേ അവനും ലാസ്റ്റ് ആയപ്പോൾ അവനും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ പൊന്മുടിയിലോട്ട് തിരിച്ചു. നമ്മൾ പൊന്മുടി പോകുന്ന വഴി എനിക്കൊന്ന് പൊന്മുടി എത്തുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ച് വാസ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കങ്ങനെ ഭയങ്കര ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി നമുക്ക് കഴിക്കാനുള്ള ഒരു വകയുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ട് ഇതുപോലെ ട്രിപ്പിന് പോകുമ്പോൾ മേജർലി നമുക്കുള്ള ഒരു പേടിയെന്ന് വെച്ചാൽ ഫുഡ് അവർക്ക് ശരിയാവുമോ എന്നുള്ളതാണ്. ലക്കിലി ഇതുവരെയും ഇസയ്ക്കും ദുവാക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും പൊന്മുടിയിലോട്ടുള്ള യാത്ര റീസ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇസിയും ദുബായും. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് യൂഷ്വലി ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ബിക്കോസ് ഒരു വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റുടനെ വീട്ടു ജോലി, പിന്നെ അത് കഴിഞ്ഞ് ഓഫീസിലെ പണി, പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വീട്ടിലെ കാര്യങ്ങൾ, ഇസീനെ നോക്കുക, ഭയങ്കര ടയേർഡായിരിക്കും. അപ്പം ഇതുപോലെ വീക്കെൻഡ് ട്രിപ്സൊക്കെ പോകുമ്പം യൂഷ്വലി ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങാറാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം ഒരു 3/4 ഓഫ് ദ ട്രിപ്പും ഞാൻ ഓണായിരുന്നു. ലാസ്റ്റ് കുറച്ച് സമയം മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പൊന്മുടിയിലോട്ട് പോകുന്ന വഴി ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് ഇപ്പോൾ പൊന്മുടിയിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പോകണം എന്നാഗ്രഹമുള്ള ആൾക്കാർ ഈ ഒരു സീസണിൽ പോയാൽ നമുക്ക് നല്ല ഒരു ഉന്മേഷവും ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടായിട്ടാണ് നമ്മൾ മൂന്നാറും വയനാടും ഒക്കെ നമ്മൾ തപ്പി പോകുന്നത്. മൂന്നാറിനും വയനാടിനും അതിൻ്റേതായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് തൊട്ടടുത്ത് ഇതുപോലത്തെ ഒരു വ്യൂ ഒക്കെ ഉള്ളൊരു പോയിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഒരു സീസണാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ ഹെയർ പിൻസ് എല്ലാം കയറി മുകളിലോട്ട് പോവേ ഫോഗ് കൊണ്ട് മൂടിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് വരെ തോന്നി തുടങ്ങി. കാരണം വിഷൻ ബ്ലോക്കായി, വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ഉമ്മാക്കൊക്കെ ചെറിയൊരു പേടി വരെ വന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ ഞങ്ങൾ മുകളിലെത്തി. അവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ചൂട് ചായയും പിന്നെ ബ്രെഡ് ഓംലെറ്റും വടയും ഒക്കെ വാഴയ്ക്കപ്പം ഒക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്ന് ചില്ല് ചെയ്തു. അവിടെ ഒരു അമ്മച്ചിയായിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പാർക്കൊക്കെ ആക്ച്വലി യൂസിങ് ആണ്. പക്ഷേ ഇന്ന് ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് വിഷൻ ബ്ലോക്ക് ആവുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് ആൾക്കാരെ വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. ചെറിയൊരു ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഭയങ്കര രസമായിരുന്നു. നല്ലൊരു തണുത്ത കാറ്റ്, ഭയങ്കര റിഫ്രഷിങ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒരു വീക്കെൻഡിലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹോളിഡേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ട്രിവാൻഡ്രം ആണെങ്കിൽ പൊന്മുടി ഇപ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചില്ല് ചെയ്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് പൊന്മുടിയിൽ നിന്ന് താഴെ ഹെയർ പിൻസ് താഴോട്ട് ഇറങ്ങി. അവിടെ കുറച്ച് നല്ല നല്ല സ്പോട്ട്സും വ്യൂ പോയിൻറ്റ്സും ഒക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നിന്നു, കാറ്റൊക്കെ കണ്ടു, കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ഡേ ആയിരുന്നു. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ക്ലൈമറ്റ് ഇത്രയും നല്ലതായിരിക്കും എന്ന്. കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ പൊന്മുടിയിൽ പോയിട്ടുണ്ട്, അപ്പോൾ പോലും ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.